സർക്കാരിന്റെ കീഴിലെ ഒരു വകുപ്പായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറിയ പ്രതീതിയാണ് നിലവിലെന്ന് മുൻ KPCC പ്രസിഡന്റ് MM ഹസൻ. പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ കഴിഞ്ഞപ്പോഴാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതി പ്രഖ്യാപിച്ചതെന്നും സുതാര്യമായ തെരഞ്ഞെടുപ്പ് നടത്താൻ കമ്മീഷന് കഴിയട്ടെയെന്നുമാണ് പ്രത്യാശയെന്നും MM ഹസൻ മാധ്യമങ്ങളോട്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വസ്തത വളരെയധികം തകർന്നു നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ തിരഞ്ഞെടുപ്പെന്നും കേന്ദ്ര സർക്കാരിന്റെ കീഴിലെ ഒരു വകുപ്പായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറിയ പ്രതീതിയാണ് നിലവിലെന്നും മുൻ KPCC പ്രസിഡന്റ് MM ഹസൻ. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വളരെ വൈകിയാണ് വന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങളൊക്കെ നേരത്തെ തുടങ്ങി. പ്രധാനമന്ത്രി പ്രധാനപ്പെട്ട എല്ലാ ഉദ്ഘാടനങ്ങളും നടത്തി, ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി. അതിനുശേഷം സംസ്ഥാനം മുഴുവൻ സന്ദർശിച്ചു. BJP പ്രചരണം അദ്ദേഹം തുടങ്ങി വെച്ച് ഏതാണ്ട് അവസാനിപ്പിച്ചു. അതിനുശേഷമാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം. കഴിഞ്ഞ ദിവസം കേരളത്തിലും മുഖ്യമന്ത്രി വന്നു പോയപ്പോൾ ഉടനെ അറിയാം. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വാസ്യതയെ വളരെയധികം തകർന്നു നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം. നിഷ്പക്ഷവും നീതിപൂർവവുമായ ഒരു തെരഞ്ഞെടുപ്പാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. ലോക്സഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു കമ്മീഷണറുടെ ഒരു രാജി, അതിനെ തുടർന്ന് പുതിയ 2 അംഗങ്ങളുടെ നിയമനം, ഇതെല്ലാം ഒരുപാട് അതിനെ ചുറ്റിപ്പറ്റി ദുരൂഹതകൾ. ഇപ്പോഴും ആ വാർത്തകൾ അവസാനിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് നടത്തിയേ തീരൂ, കാരണം ഇന്ത്യയുടെ ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. പക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിൽ തികച്ചും നീതിപൂർവവും നിഷ്പക്ഷവുമായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കണം എന്നുള്ളതാണ് ഞങ്ങൾ കോൺഗ്രസ് പാർട്ടി ആഗ്രഹിക്കുന്നത്. ആലുവയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ കഴിഞ്ഞപ്പോഴാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതി പ്രഖ്യാപിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നീതിപൂർവവും നിഷ്പക്ഷവുമായി നടത്താൻ ഇലക്ഷൻ കമ്മീഷന് കഴിയട്ടെ എന്ന് മുൻ KPCC പ്രസിഡന്റ് MM ഹസൻ ആശംസിച്ചു. ന്യൂസ് ബ്യൂറോ, ആലുവ. കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ കാഴ്ച പരിശോധിക്കുവാൻ ക്വാളിഫൈഡ് ഒപ്ട്രോമെട്രിസ്റ്റിന്റെ സേവനം ലഭ്യമാണ്. KR Opticals, നിയർ ഫെഡറൽ ബാങ്ക്, പള്ളുരുത്തി. സ്പെക്സ് വേൾഡ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരുവേലിപ്പടി. KR Opticals, കമ്പർഷൻ മുക്ക്, കുമ്പളങ്ങി.